മുക്കം പീഡനശ്രമ കേസിൽ പ്രതി ദേവദാസ് നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയിരുന്നതായി യുവതി. രാജിവെക്കുമെന്ന് അറിയിച്ചപ്പോൾ ദേവദാസ് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞു. വീടിന്റെ വാതിൽ തള്ളി തുറന്നാണ് പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും യുവതി പറഞ്ഞു. പീഡനശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ യുവതി ആശുപത്രി വിട്ടു. 7:30 ജോലി കഴിഞ്ഞ് വന്നതാ. വന്നു കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിൻ്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല. അത് ഒരു അയൺ റോഡാണ്, തട്ടിയിടേണ്ട ലോക്കാണ്. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിലിരുന്ന് കുറച്ച് നേരം ഗെയിം കളിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു 3 നിഴലിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാണ് വന്നത്, ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ആൻഡ് ആപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് വന്ന ആളെൻ്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എൻ്റെ നേരെ വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി ആളുടെ അടുത്തേക്ക്. അയാൾ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എൻ്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം ആൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയല്ല അയാൾ അറിയണം. ഷിത ജഗത്ത് ചേരുന്നു. ഷിത, സ്ഥിരം ശല്യക്കാരനായ ഒരാളാണ് ഈ അപകടം യുവതിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വാക്കുകളിൽ വ്യക്തമാണ്. അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്? ധന്യ, ഹോട്ടലുടമ ദേവദാസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും തനിക്ക് ദേവദാസിന്റെ ഭാഗത്തുനിന്ന് മോശമായ അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. നിരന്തരം മെസ്സേജ് അയച്ച്, മോശമായ രീതിയിലുള്ള മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് യുവതി പറയുന്നുണ്ട്. ഇത് തന്നെ പോലീസിന് അവർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇയാളുടെ ശല്യം കാരണം തന്നെ ജോലി വിടുമെന്ന് ഇയാളോട് പറഞ്ഞിരുന്നു. പിന്നീട് വീട്ടിൽ വന്ന് തന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് ഉണ്ടായത്. ഇനി ആവർത്തിക്കില്ല, മകളെ പോലെയാണെന്നൊക്കെ പറയുകയാണ് ഉണ്ടായത് എന്ന് കൂടെ അവർ പറയുന്നുണ്ട്. ഇന്നാണ് ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നത്. ഈ സംഭവം ഇവർ തന്നെയാണ്, അതായത് ഈ യുവതി തന്നെയാണ് ആ മൊബൈലിൽ ഈ ദേവദാസും ഒപ്പം തന്നെ മറ്റ് 2 ഹോട്ടൽ ജീവനക്കാരും കൂടെ ഉപദ്രവിക്കുന്നതായ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നത്. അത് താൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാതിൽ തള്ളി തുറന്നാണ് ദേവദാസും ഒപ്പം ഉണ്ടായിരുന്നവരും അകത്തേക്ക് വന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡായിരുന്നു. അബദ്ധത്തിൽ കൈ തട്ടി മൊബൈലിലെ ക്യാമറ ഓൺ ആവുകയും അതാണ് ഈ ദൃശ്യങ്ങളിലേക്ക് എത്തിച്ചതെന്ന് കൂടെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് വലിയൊരു തെളിവായി തന്നെയാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. യുവതിയെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന, മോശമായി പെരുമാറുന്ന ഒരു വീഡിയോ തന്നെയാണത്. അതിനുശേഷമാണ് ഈ ഒരു അക്രമത്തെ ചെറുക്കാൻ വേണ്ടിയാണ് അവർ മുകളിൽ നിന്നും, താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുന്നത്. അതിൽ നട്ടലിനുൾപ്പെടെ ഗുരുതരമായ പരിക്കുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ യുവതി ആശുപത്രി വിടുന്നത്. പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ആശുപത്രിയിൽ നിന്നും പോയി വീട്ടിൽ വിശ്രമിക്കാനാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടക്കുകയാണ്. 3 പേരും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരുടെയും കസ്റ്റഡി അപേക്ഷ പോലീസ് തിങ്കളാഴ്ച നൽകുകയും ചെയ്യുന്നുണ്ട്. ധന്യ.